അമ്മ എനിക്ക് എപ്പോഴും എൻ്റെ ചാരത്തുണ്ട്. അതെനിക്ക് വലിയ അനുഭവമാണ്. പരിശുദ്ധ അമ്മയുടെ ആ സുഗന്ധവും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മയുടെ ആ സാന്നിധ്യം ഞാൻ എപ്പോഴും അനുഭവിച്ചറിയുന്ന ഒരാളാണ്. എൻ്റെ പേര് സിസ്റ്റർ സോഫി. ഞാൻ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് ഓഫ് സെയിൻറ്റ് മാർക്ക് എന്ന സന്യാസിനി സമൂഹത്തിലാണ്. ഞങ്ങളുടെ സഭയുടെ ക്യാരിസം എന്ന് പറയുന്നത് നിത്യ ആരാധനയാണ്, പരിശുദ്ധ കുർബാനയിലുള്ള ആരാധന. അതോടൊപ്പം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആതുര സേവനം, ഇതൊക്കെ അതിനകത്ത് പെടുന്നു. ആരാധനയിൽ നിന്ന് സേവനത്തിലേക്ക്, സേവനത്തിൽ നിന്ന് ആരാധനയിലേക്ക്, ഇതാണ് ഞങ്ങളുടെ മോട്ടോ. ദീർഘകാലം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ സെയിൻറ്റ് ബെർക്ക്മാൻസ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പം ഒരു റിട്ടയേർഡ് ടീച്ചറാണ്. ആ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിലുള്ള എന്നെ മുന്നോട്ട് ചലിപ്പിച്ചിരുന്ന ഒരു വചനമെന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യമാണ്. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ആ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കുട്ടികളെ എനിക്ക് പലപ്പോഴും ഒറ്റയ്ക്കൊക്കെ കിട്ടി അവരോട് സംസാരിക്കാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് ഒരു പീരീഡ് ഫ്രീ കിട്ടിയാൽ ഞാൻ വെറുതെ ഇരിക്കാറില്ല. കുഞ്ഞുങ്ങളെ വിളിച്ച് പള്ളിക്കകത്ത് കൊണ്ടുവന്ന് അവർക്ക് കൊച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എൻ്റെ ഒരു പതിവായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ജപമാല ചൊല്ലിക്കുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു പതിവായിട്ടുള്ള കാര്യമായിരുന്നു. ഈ ബെർക്ക്മാൻസ് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ സെയിൻറ്റ് ബെർക്ക്മാൻസ് എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ ആപ്തവാക്യം നീ ചെയ്യുന്നത് നന്നായി ചെയ്യുക, അത് എന്നെ ഒത്തിരി ആകർഷിച്ചിട്ടുള്ള ഒന്നാണ്. ഞാനും അത് തന്നെയാണ് എൻ്റെ ഒരു ആപ്തവാക്യമായിട്ട് എടുത്തിരിക്കുന്നത്, നീ ചെയ്യുന്നത് നന്നായി ചെയ്യുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. അതെ, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. അത് വലിയൊരു സത്യമാണ്. ഈ സ്കൂളിലെ അധ്യാപനത്തിന് ശേഷം ഞാൻ ഇറങ്ങിത്തിരിച്ചത് ഇറ്റാവ മിഷനിലേക്കായിരുന്നു. അവിടെ 2 വർഷക്കാലമാണ് ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള അവസരം ലഭിച്ചത്. അവിടെയും നമ്മെക്കൊണ്ട് ഒത്തിരിയേറെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു അവിടെ. കാരണം വളരെ ജാതിയുടെ പേരിൽ ഒത്തിരി ഉച്ചനീചത്വങ്ങൾ ഒക്കെ ഉള്ള സ്ഥലമാണ്. നമുക്ക് ഒത്തിരി ഒന്നും അങ്ങോട്ടേക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും വിദ്യാഭ്യാസത്തിലൂടെ കുഞ്ഞുങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരിക്കുന്ന സ്ഥലത്ത് ആ പെൺകുട്ടികളെ കൂടി നമ്മുടെ സ്കൂളിലേക്ക് ആകർഷിക്കാനും അവർക്ക് വിദ്യാഭ്യാസം നൽകാനും അതിലൂടെ അവരെ പ്രബുദ്ധരാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാടിനെ, നമ്മുടെ രാജ്യത്തെ നമുക്ക് ഉദ്ധരിച്ച് കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു അടിസ്ഥാന മൂല്യങ്ങൾ കുറേയൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. തുടർന്ന് ഞാനിവിടെ നാട്ടിലോട്ട് കേരളത്തിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ജപമാല സഖ്യവുമായിട്ട് എനിക്ക് അടുത്ത് ബന്ധപ്പെടാനായിട്ട് കഴിഞ്ഞത്. ഞാൻ സെൻറ്റ് ബെർക്ക്മാൻസിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ഇൻ്റർസെഷൻ ഫോർ ഇന്ത്യ എന്നുള്ള അതിനകത്ത് പങ്കുചേരുകയും കുറേ കുട്ടികളെയും അധ്യാപകരെയും കുറേ ആളുകളെയും ഞാൻ ഉൾപ്പെടെ എല്ലാ ദിവസവും ഒരു കൊന്ത പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ മിഷനിൽ നിന്ന് ഇവിടെ തിരിച്ചെത്തിയതിന് ശേഷമാണ് ഈ ഗ്രൂപ്പിനോട് കൂടുതലായിട്ട് ചേരാനായിട്ടും സാധിച്ചത്. ഈ ജപമാല ഭക്തി പ്രചരിപ്പിക്കാൻ ഇതൊരു വലിയ ഒരു സംരംഭമാണിത് എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ കേരള ജെറീക്കോ യാത്രയിൽ പരിശുദ്ധ അമ്മയെയും ഒപ്പം വിശുദ്ധ കുർബാനയുമായിട്ട് പോയ ആ യാത്ര വളരെ ഹൃദയസ്പർശിയായിരുന്നു. നാം കടന്നു പോകുന്ന വഴിയിൽ എല്ലാവരെയും, എല്ലാ സ്ഥാപനങ്ങളെയും, എല്ലാ മക്കളെയും ആശീർവദിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോകാനായിട്ട് കഴിയുക എന്ന് പറഞ്ഞത് വളരെ വലിയൊരനുഭവമായിരുന്നു. പിന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അമ്മ എനിക്ക് എപ്പോഴും എൻ്റെ ചാരത്തുണ്ട്. അതെനിക്ക് വലിയ അനുഭവമാണ്.
പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ ആ സുഗന്ധവും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മയുടെ ആ സാന്നിധ്യം ഞാനെപ്പോഴും അനുഭവിച്ചറിയുന്ന ഒരാളാണ്. ഞാൻ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, അമ്മ പല വീടുകൾ, അമ്മ സന്ദർശിച്ച പല വീടുകൾ, അല്ലെങ്കിൽ അമ്മ ആയിരുന്ന പല വീടുകൾ, അതിനകത്ത് ഏറ്റവും ആദ്യം ഞാൻ കാണുന്നത് നസ്രത്തിലാണ്. നസ്രത്ത് വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും ഈശോയോടും കൂടെയുള്ള പരിശുദ്ധ അമ്മയുടെ ജീവിതം, വിധേയപ്പെട്ടുള്ള ജീവിതം, മറ്റുള്ളവരെ വളർത്തുന്ന ജീവിതം, അതോടൊപ്പം തന്നെ ഈ ദൈവം എന്താണോ വിളമ്പിക്കൊടുത്തത്, ജീവിതത്തിലെ സഹനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സന്തോഷങ്ങൾ, പരാജയങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. എന്താണോ ദൈവം വിളമ്പിക്കൊടുത്തത് അത് ഭക്ഷിച്ച ഒരു കുടുംബം, അതിൽ സംതൃപ്തി കണ്ടെത്തിയ ഒരു കുടുംബം. നമ്മെയും അമ്മ വിളിക്കുന്നു. അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകും. അതിൻ്റെ ഒപ്പം വിജയങ്ങളും പരാജയങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകും. എല്ലാം ദൈവതൃക്കരങ്ങളിൽ നിന്ന് വരുന്നു. എല്ലാം ആ മനോഭാവത്തോടെ സ്വീകരിച്ചാൽ നമുക്ക് ജീവിതം ഏറ്റവും എളുപ്പമാക്കി തീർക്കാനായിട്ട് സാധിക്കും. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. ഒരുവന് തൻ്റെ പ്രവൃത്തികൾ അന്യൂനമെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു. അതെ, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി നമ്മെ തന്നെ അടിയറ വയ്ക്കുക. അവിടെ ദൈവം പ്രവർത്തിച്ചുകൊള്ളും. അമ്മ നമുക്ക് കൂട്ടായി നിന്നുകൊള്ളും. എല്ലാവർക്കും